നമസ്കാരം. സാധാരണ അരിയും ഉഴുന്നും കൂടി അരച്ചാണ് നമ്മൾ ഇഡ്ലിക്ക് അല്ലെങ്കിൽ ദോശയ്ക്കുള്ള മാവ് തയ്യാറാക്കുന്നത്. ഇന്ന് അതിൽ നിന്ന് വ്യത്യാസമായി റാഗിപ്പൊടി ഉപയോഗിച്ച് നമ്മൾ ഇഡ്ലിക്കും ദോശയ്ക്കുള്ള മാവ് തയ്യാറാക്കുകയാണ്. ഇതിൽ അരി ചേർക്കുന്നില്ല. ഞാനിതിന് വേണ്ടി മുളപ്പിച്ച റാഗിപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ സാധാരണയായിട്ടുള്ള റാഗിപ്പൊടിയാണെങ്കിലും ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. മുമ്പ് ഞാൻ ഒരുപാട് റാഗി റെസിപ്പീസ് ചെയ്തിരുന്നു. മില്ലറ്റ് റെസിപ്പീസ് എന്നുള്ള പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും കാണാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് റാഗിപ്പൊടി ഉപയോഗിച്ച് ഇഡ്ലിയും ദോശയും തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. ആദ്യം ഒരു പാത്രം എടുത്ത് അതിലേക്ക് മുളപ്പിച്ച റാഗിപ്പൊടിയാണ് ഞാനൊരു ചേർത്ത് കൊടുക്കുന്നത്. 1.5 കപ്പ്. റാഗി മുളപ്പിച്ചെടുക്കുമ്പോൾ അതിലുള്ള കാൽസ്യം, അയേൺ, അതുപോലെ ഡയറ്ററി ഫൈബറൊക്കെ 2 മടങ്ങിലധികമാവും. അതുപോലെ അതിലുള്ള വൈറ്റമിൻ സിയുടെ അളവ് കൂടുകയും നമ്മുടെ ബ്ലഡിലേക്ക് അയൺ അബ്സോർബ് ചെയ്യുന്നത് കുറച്ചും കൂടി ഈസി ആക്കുകയും ചെയ്യുന്നതാണ് പറയുന്നത്. അതുപോലെ തന്നെ റാഗി മുളപ്പിച്ചതാവുമ്പോൾ ഡൈജസ്റ്റ് ആവാൻ കുറച്ചും കൂടി എളുപ്പമാണ്. അപ്പോൾ റാഗിപ്പൊടി ഉപയോഗിക്കുമ്പോൾ പരമാവധി ഞാൻ മുളപ്പിച്ച റാഗിപ്പൊടി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ട് കട്ട കെട്ടാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതുപോലെ വെള്ളത്തിൻ്റെ അളവ് നമ്മുടെ പൊടിക്കനുസരിച്ച് വ്യത്യാസമായിട്ടിരിക്കും. ഏകദേശം ഒരു കപ്പോ 1.5 കപ്പിൻ്റെ അടുത്ത് വെള്ളം വേണ്ടി വരും. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞാലൊന്നും കുഴപ്പമില്ല. നമുക്ക് മാവ് അരയ്ക്കുമ്പോൾ കുറച്ച് വെള്ളം ചേർക്കാം, കുഴപ്പമില്ല. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു 6 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തു. പിന്നെ ഇത് നമുക്ക് 6 മണിക്കൂർ മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രത്തിൽ ഉഴുന്ന് ചേർത്ത് കൊടുക്കണം. നമ്മൾ 1.5 കപ്പ് റാഗിപ്പൊടിക്ക് 1/2 കപ്പ് ഉഴുന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് കഴുകിയെടുക്കാം. ഇതിൻ്റെ വെള്ളം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് 6 മണിക്കൂർ ഇതും കുതിർത്തെടുക്കാം. ഇത് ഞാൻ ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് ഇഡ്ലിയുടെയും ബാറ്റർ ഒരു 2 ദിവസം ഒക്കെ ഉണ്ടാക്കാനുള്ള ബാറ്റർ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ക്വാണ്ടിറ്റി ഡബിൾ ആക്കിയാൽ മതി. ഇതിപ്പോൾ വെച്ചിട്ട് 6 മണിക്കൂർ കഴിഞ്ഞു. പിന്നെ ഇത് നമുക്ക് അരച്ചെടുക്കണം. ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവല് ചേർക്കാം. അവല് ചേർക്കണം എന്നുള്ളവരാണെങ്കിൽ നമ്മൾ അരയ്ക്കുന്നതിന് ഒരു 15 മിനിറ്റ് മുമ്പ് 1/4 കപ്പ് അവല് എടുത്ത് വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം നമുക്ക് അരയ്ക്കുമ്പോൾ ഉഴുന്നിൻ്റെ കൂടെ മിക്സ് ചെയ്ത് അരച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നന്നായിട്ട് ഇഡ്ലി ദോശയ്ക്കൊക്കെ അരയ്ക്കാറുള്ള മാതിരി അരച്ചെടുക്കണം. ഇത് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നേരിട്ട് വേണമെങ്കിൽ നമുക്ക് റാഗിയിലേക്ക്, നമ്മൾ നേരത്തെ മാറ്റി വെച്ച റാഗിയിലേക്ക് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഞാൻ ആ റാഗി ഇതിലേക്കിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ്. കൈകൊണ്ട് യോജിപ്പിക്കുന്നതിനേക്കാൾ എളുപ്പം അതാണല്ലോ. അപ്പോൾ ആ റാഗി ചേർത്ത് കൊടുക്കുകയാണ്. ആവശ്യമുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർക്കാം. ഞാനിപ്പോൾ റാഗി കലക്കി വെച്ച് നല്ല തിക്കായി വന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 2 ടീസ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചെറുപ്പം തൊട്ടേ കഴിച്ച് ശീലിച്ച ഇഡ്ലി ദോശയുടെ ടേസ്റ്റ് ആയിരിക്കില്ല മില്ലറ്റ്സ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ. ആദ്യം തന്നെ നമ്മൾ ചെറിയ ക്വാണ്ടിറ്റിയിൽ ട്രൈ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. എല്ലാവർക്കും ചിലപ്പോൾ ഇഡ്ലിയുടെ ടേസ്റ്റ് അല്ലെങ്കിൽ ദോശയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടണം എന്നില്ല. ഇഡ്ലിയുടെ ടേസ്റ്റാണ് കുറച്ചും കൂടി ഡിഫറൻസ്. ദോശ നമുക്ക് ക്രിസ്പിയാക്കിയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതുകൊണ്ട് വലിയ ഡിഫറൻസ് ഫീൽ ചെയ്യില്ല. റാഗി കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം മിക്സി നന്നായി അടച്ച് ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ ഞാനതിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിരുന്നു. ഇനി ഇതുപോലെ ഒരു ബൗളിലേക്ക് നമ്മൾ അരച്ചെടുത്ത ബാറ്റർ ചേർത്ത് കൊടുക്കാം. ഇനി സാധാരണ ഇഡ്ലി ദോശയ്ക്കൊക്കെ പൊങ്ങാൻ വെക്കുന്നത് പോലെ ഇതും 6 മുതൽ 8 മണിക്കൂർ വരെ പൊന്താനായിട്ട് വെക്കണം. അതിന് ശേഷം വേണം നമുക്കിത് ഉപയോഗിച്ച് ഇഡ്ലിയും ദോശയും തയ്യാറാക്കിയെടുക്കാൻ. പൊങ്ങാൻ വെച്ചിരുന്ന ബാറ്റർ നന്നായി പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇത് ഉപയോഗിച്ച് നമുക്ക് ആദ്യം ഇഡ്ലി തയ്യാറാക്കി നോക്കാം. അതിനായിട്ട് ഇഡ്ലി തട്ടിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒന്ന് തൂവി കൊടുക്കുകയാണ്. അതിന് ശേഷം ഇഡ്ലി മാവ് ചേർത്ത് കൊടുക്കാം. ഇത് ഏകദേശം ഒരു 10 മുതൽ 15 മിനിറ്റ് വരെയാണ് എടുത്തത്. അപ്പോൾ അത് നമ്മുടെ ഫ്ലെയിമൊക്കെ അനുസരിച്ചിരിക്കും. എന്തായാലും 10 മിനിറ്റിനും കൂടുതൽ എടുക്കും. അപ്പോൾ ഒന്ന് കുത്തു നോക്കി അറിയാമല്ലോ വെന്തിട്ടുണ്ടോ എന്നുള്ളത്. നമ്മുടെ ഇഡ്ലി ശരിക്ക് വന്നിട്ടുണ്ട്. ഇനി ഇതേ ബാറ്റർ വെച്ചിട്ട് തന്നെ ദോശ തയ്യാറാക്കിയെടുക്കാം. റാഗി കഴിക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ കൂടെ ഒരു ഹെൽത്തി ഫാറ്റ് ചേർക്കാനായിട്ട് നമ്മൾ ഓർക്കണം. ഇപ്പോൾ ദോശ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ എന്താണ് നിങ്ങൾ ആഡ് ചെയ്യാറുള്ളത് വെച്ച് കഴിഞ്ഞാൽ അത് ചേർത്തിട്ട് വേണം നമ്മൾ ദോശ ചുട്ടെടുക്കാനായിട്ട്.
അപ്പോൾ ഇനിയും ഇതുപോലുള്ള ഹെൽത്തി റെസിപ്പീസായിട്ട് ഞാൻ വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.